പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടൊരു വാണിംഗ് തരുന്നുണ്ട്. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളവിതച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഉറക്കമാവാതെ അവൻ വരില്ല എന്നുള്ളത്. തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആത്മീയമായ ഉറക്കത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വഴുതിപ്പോയത് കൊണ്ടായിരിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചേക്കുക. പ്രലോഭനത്തിന് നമ്മൾ ഇട കൊടുത്തത് കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് വചനം പറയണത്, സാത്താൻ നിങ്ങളുടെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, അവന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നിരന്തരമായ പ്രാർത്ഥനയുടെ കോട്ട കെട്ടി വേണം നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കാനെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് മാതാപിതാക്കന്മാർക്ക് മക്കളുടെ കാവൽക്കാരായി നിൽക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ തിരുനാൾ വരണേ. ഇന്ന് വിശുദ്ധ ജോവാക്യമിൻ്റെയും വിശുദ്ധ അന്നാം പുണ്യവതിയുടെയും തിരുനാൾ. പരിശുദ്ധ മാതാവിൻ്റെ മാതാപിതാക്കൾ നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അപ്പാപ്പൻ്റെ, അമ്മാമ്മയുടെ, മുത്തശ്ശിയുടെ, മുത്തശ്ശിൻ്റെയൊക്കെ തിരുനാൾ ഓരോ വിശ്വാസികളുടെയും. എന്തൊരു മഹത്വം നിറഞ്ഞ മാതാപിതാക്കളായിരുന്നവരൊന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ മാതാവിലേക്ക് നോക്കിയാൽ മതി. ഉള്ളിലും ഉദരത്തിലും മിശിഹായെ വഹിക്കാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കാനും മാത്രം ഒരു കുഞ്ഞിനെ ഒരുക്കിയെടുക്കാനായി പറ്റിയ മാതാപിതാക്കളെ ആലോചിച്ച് നോക്കി. ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ നമുക്ക് തരണേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ, ദൈവത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ ജീവിതം ഒന്ന് ഒരുക്കിയെടുക്കാൻ, ഒരുക്കി വാർക്കാനൊക്കെയുള്ള നിയോഗം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. റീത്ത പുണ്യവതിയെ ഓർമ്മ വരും. കൃത്യമായിട്ട് തങ്ങളുടെ അപ്പനെ കൊന്ന ഒരാളെ, അതാരായാലും കൊന്ന് ഞങ്ങൾ പ്രതികാരം ചെയ്യാം അമ്മ എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിൽ ക്രിസ്തുവല്ലല്ലോ, കരുണയില്ലല്ലോ, ഉള്ളു നിറച്ച് പകയും വിദ്വേഷവുമാണല്ലോ എന്ന സങ്കടത്തിൽ ഈ ഭർത്താവ് മരിച്ചതിനേക്കാൾ വലിയ വേദനയോടുകൂടെ ആകാശങ്ങളിലേക്ക് നോക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആഴം നമുക്ക് ആദ്യം പിടികിട്ടില്ല. പ്രാർത്ഥന ഇതാണ്: എൻ്റെ കർത്താവെ, ഈ മക്കളെ പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അകറ്റി അങ്ങയുടെ മക്കളായി വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ജീവനെ അങ്ങ് തിരിച്ചെടുത്തേക്ക്. ഈശോയെ ഉള്ളിൽ നിർത്താതെ നിങ്ങൾ ജീവിക്കണ്ട എന്ന് ഒരമ്മ തീരുമാനിക്കണം. ശരിക്കും ഇന്നത്തെ തിരുനാള് നമ്മളുടെ മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളി അതാണ്. മക്കൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുകിത്തീരുന്ന മെഴുകുതിരികൾക്കൊപ്പം ഉരുകിത്തീരുന്ന ഹൃദയവേദനയോടുകൂടെ നമ്മൾ അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു നിമിഷവും കളയാതെ അവർ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയിരിക്കും. അവർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ തിരുഹൃദയ നടയിലിരുന്ന് പ്രാർത്ഥിക്കും. അവർ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നെഞ്ചുരുകും. പക്ഷെ എപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള മക്കളില്ലാതെ പോകുന്നതിൻ്റെ കാരണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാത്ത മാതാപിതാക്കളില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഇന്നത്തെ തിരുനാളും സുവിശേഷവും നമ്മളോട് പറഞ്ഞു തരും. കാവൽക്കാർ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളവിതച്ചതാ. കർത്താവെ, ഇങ്ങനെ ഉറക്കമിളച്ചിരുന്ന് കാത്തു സൂക്ഷിക്കേണ്ട നിധികളാണ് ഞങ്ങളുടെ മക്കളെന്ന് ഞങ്ങൾ എന്തുകൊണ്ടോ എപ്പോഴൊക്കെയോ മറന്നുപോയിട്ടുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് മക്കളെ സമർപ്പിക്കുമ്പോൾ ഒപ്പം വലിയൊരു പ്രാർത്ഥന കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊടുക്കണം. കർത്താവ്, ഇവരുടെ ചുറ്റുമിങ്ങനെ പ്രാർത്ഥനയുടെ കോട്ട കെട്ടി അവരെ സംരക്ഷിച്ചു നിർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന്. ഉള്ളു നിറച്ച് ക്രിസ്തുവായി ജീവിക്കുന്ന മക്കളെ രൂപപ്പെടുത്താനുള്ള ഞങ്ങളുടെ നിയോഗങ്ങളെ മറന്നു പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്.
വിശുദ്ധ ജോവാക്യമും വിശുദ്ധ അന്നാമ്മയും പരിശുദ്ധ മാതാവിനെ കണക്കൊരു മകളെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തത് എങ്ങനെയാണോ, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും ഈശോ ഉള്ളിൽ നിറച്ച് ജീവിക്കുന്ന മക്കളായി ജീവിക്കാൻ വേണ്ട ഒരു ഒരുക്കം കൊടുക്കാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആശീർവാദത്തിനായിട്ട് അണയുന്ന സമയമാണ്. കർത്താവേ, മാതാപിതാക്കൾ എന്ന നിലയിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് അങ്ങയെ കൊടുക്കാനാണല്ലോ, സുവിശേഷം കൊടുക്കാനാണല്ലോ, സ്വർഗത്തെ കൊടുക്കാനാണല്ലോ. ഞങ്ങളത് മറന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. അതൊന്ന് ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കാവലും കരുത്തും കോട്ടയുമായി നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആശീർവാദത്തിന് അണയുന്ന നേരമാണ്. അപ്പനെയും അമ്മയെയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മക്കള് ഇങ്ങനെ കരം കൂപ്പി പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, ഇവരുടെ തിരുത്തലുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയതെന്ന് ഏതൊരു വലിയ അവസ്ഥയിൽ നിന്ന് പോലും കൃതജ്ഞതയോടുകൂടെ അപ്പനെ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് അണയാം. അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മാലാഖമാരെ കണക്ക് നമ്മുടെ കയ്യിലേക്ക് സ്വർഗമേൽപ്പിച്ച മക്കളെ അവരുടെ ചിറകരിയുന്ന വിധത്തിൽ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. സ്വർഗത്തിലേക്ക് പറന്നുയരാനുള്ള അവരുടെ ചിറകുകൾക്ക് ബലം കൊടുക്കുന്ന മാതാപിതാക്കളായി മാറാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ ഇന്ന് നമുക്ക് കിടക്കകളിലേക്കുള്ള മടക്കം. കർത്താവ് അനുഗ്രഹിക്കും. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.